ഇതാണ് ഞങ്ങളുടെ തോടും വയലും. ഇപ്പം ഇതിലേ കൂടെ ഒന്നും നടക്കാൻ പറ്റാത്ത രീതിയിൽ കാടായിട്ടുണ്ട്. പണ്ട് ഇതിലേ കൂടെ ആയിരുന്നു നടന്നു പോകുന്നതൊക്കെ കേട്ടോ. ഇപ്പം വേണ്ട കാടാണ്, അങ്ങോട്ട് ഒന്നും കയറാനേ പറ്റില്ല. അന്നൊക്കെ ഇതിലേ കൂടെയൊക്കെ നടന്നു പോകുമ്പോഴത്തേനും നടന്ന് ഈ പോച്ചയൊന്നും അവിടെ ഒന്നും കിളിക്കത്തോട് ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾക്കാർ വേറെ റോഡുള്ളത് കൊണ്ട് ഇതിലേ കൂടെ അങ്ങനെ നടന്നു പോകാറില്ല. അതുകൊണ്ടാണ് ഇതിപ്പം ഫുള്ള് കാടാണ്. നമുക്ക് വിശ്വസിച്ച് ഒന്നാമത് ഇന്ന് മഴയും കൂടെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് വിശ്വസിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചവിട്ടാനോ എടുക്കാനോ ഒന്നും പറ്റില്ല. ഉണ്ട്, വയലാണത്. ഇപ്പം പിന്നെ വയലിൽ കൃഷി ഇല്ലാത്തതുകൊണ്ട് ആ രീതിയിലും ഇല്ല. മറ്റേത് അതല്ലായിരുന്നു, നെൽകൃഷിയൊക്കെ ഉള്ള സമയത്ത് ഇത്രയും ഭാഗം വൃത്തിയാണ്, കുഴപ്പമില്ല. പക്ഷേ അങ്ങോട്ട് പോകാനേ പറ്റില്ല. പിന്നെ വീണ്ടും ഇവിടെ വരുമ്പോൾ വീണ്ടും നടക്കുന്ന സ്ഥലത്താണ് ഈ കാട് പോലെ കണ്ടോ. സൂക്ഷിച്ച് നടന്നില്ലേ നല്ല രീതിയിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്ന് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞുകൊണ്ടാണ് തോട്ടിൽ വെള്ളം കയറി കാണുമെന്നും പറഞ്ഞുകൊണ്ടാണ് വന്നത്. വലിയ വെള്ളമൊന്നുമില്ല, എന്നാലും ഇനിയിപ്പം മേളിൽ നിന്നുള്ള ഒഴുക്ക് വരുമ്പോഴത്തേനും വെള്ളം കൂടും കേട്ടോ. അവിടെ എല്ലാം കാടുപോലെ കിടക്കുകയാണ്. ഇവിടെ ഇതിപ്പോൾ ഈയിടയ്ക്കൊന്ന് വൃത്തിയാക്കിയായിരുന്നു, അതുകൊണ്ട് കുറച്ച് കുറവുണ്ട്. ഇടയ്ക്ക് ഞാൻ ഫോട്ടോ എടുത്തിരുന്ന അവിടുത്തെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരുവിധം കാട് മാറിയിട്ടുണ്ട്, എന്നാലും ഈ ഭാഗത്ത് കാടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആ പ്രകൃതിയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് അത് വേറൊരിതാണ്. ആ പച്ചപ്പും കാര്യങ്ങളും എല്ലാം കൂടെ വരുമ്പം ആകാശവും നമുക്കിവിടെ നിൽക്കുമ്പം തന്നെ ഒരു നല്ല തണുപ്പ് ഫീൽ ചെയ്യും. മൊത്തവും വെള്ളത്താൽ ഒക്കെ ചുറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ട്